കർണാടകയിൽ മലയാളി വിദ്യാർത്ഥിനി മരിച്ച സംഭവം. റൂംമേറ്റും ജീവനൊടുക്കാൻ ശ്രമിച്ചു. നേരിട്ടത് കടുത്ത മാനസിക പീഡനമെന്ന കുടുംബം. രാമനഗരിയിലെ നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥി അനാമികയുടെ ആത്മഹത്യയിൽ നഴ്സിംഗ് കോളേജിനും പോലീസിനുമെതിരെ കടുത്ത ആരോപണങ്ങളുമായി ബന്ധുക്കൾ. കോളേജിന്റെ ഭാഗത്തു നിന്ന് അനാമിക നേരിട്ടത് കടുത്ത മാനസിക പീഡനമാണെന്ന് ബന്ധു അഭിനന്ദ് പറഞ്ഞു. പ്രിൻസിപ്പൽ ശാന്തം സ്വീറ്റ് റോസ്, ക്ലാസ് കോർഡിനേറ്റർ സുജിത എന്നിവർക്കെതിരെയാണ് ബന്ധു ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചത്. അനാമികയുടെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോളേജ് കവാടത്തിൽ സഹപാഠികൾ സമരത്തിലാണ്. രാമനഗരിയിലെ ദയാനന്ദ സാഗർ നഴ്സിംഗ് കോളേജിലെ 1ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു അനാമിക വിനീത്. 18 വയസ്സായിരുന്നു. കോളേജിൽ ജോയിൻ ചെയ്തിട്ട് 4 മാസമേ ആയുള്ളൂ. കോളേജ് അധികൃതരുടെ മാനസിക പീഡനം സഹിക്കാനാവാതെയാണ് അനാമിക മരിച്ചതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. കോളേജിൽ മൊബൈലടക്കം കയ്യിൽ കൊണ്ടു നടക്കുന്നതിനും വസ്ത്രധാരണത്തിനും വിചിത്ര നിയന്ത്രണങ്ങളാണ്. പകൽ മുഴുവനും ഫോൺ കോളേജ് റിസപ്ഷനിൽ വാങ്ങിവെക്കും. ഇന്റേണൽ പരീക്ഷകളിൽ ഒന്നിനിടെ കയ്യിൽ മൊബൈൽ കണ്ടെന്നും അത് കോപ്പിയടിക്കാൻ കൊണ്ടുവന്നതാണെന്നും പറഞ്ഞ് അനാമികയോട് കോളേജിൽ വരണ്ടെന്ന് പറഞ്ഞെന്നാണ് സഹപാഠികൾ പറയുന്നത്. പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയതിന് വലിയ തുക പിഴയടയ്ക്കാൻ ആവശ്യപ്പെട്ട് വിദ്യാർത്ഥിനിയെ മാനേജ്മെന്റ് സമ്മർദ്ദത്തിലാക്കി. സസ്പെൻഷൻ വിവരം സുഹൃത്തുക്കളോട് പറയുന്ന പെൺകുട്ടിയുടെ ഓഡിയോയും പുറത്തു വന്നിട്ടുണ്ട്. കുടുംബാംഗങ്ങൾക്കായി എഴുതിയതും മാനേജ്മെന്റിനെതിരെ പരാമർശങ്ങളുള്ളതുമായ 2 ആത്മഹത്യാക്കുറിപ്പുകൾ അനാമികയുടെ മുറിയിൽ ഉണ്ടായിരുന്നുവെന്നാണ് കുട്ടികൾ പറയുന്നത്. മാനേജ്മെന്റിനെതിരായ ആത്മഹത്യാക്കുറിപ്പ് പോലീസിനൊപ്പം ചേർന്ന് ഒളിപ്പിച്ചെന്നും കുട്ടികൾ ആരോപിക്കുന്നുണ്ട്. അനാമികയുടെ റൂംമേറ്റായ കുട്ടിയും ആത്മഹത്യാശ്രമം നടത്തിയിരുന്നുവെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു. ആ കുട്ടി പിന്നീട് പഠനം നിർത്തി നാട്ടിലേക്ക് തിരിച്ചുപോയി. പോലീസിൽ പരാതി പറഞ്ഞിട്ടും ഒരു തരത്തിലും സഹായം നൽകുന്നില്ല. കോളേജ് അധികൃതർ പ്രതികരിക്കുകയോ മാതാപിതാക്കളോട് പോലും സംസാരിക്കുകയോ ചെയ്യുന്നില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു.